ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ഉംദത്തുൽ അഹ്കാമിന്റെ ദർസ് അല്ലാഹുവിന്റെ സഹായത്താൽ ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഉംദത്തുൽ അഹ്കാം സഹോദരങ്ങളെ, ഒരുപാട് കാലമായതിനാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ പലരും മറന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഉംദത്തുൽ അഹ്കാം എന്നുള്ളത് ഇസ്ലാമിക കർമ്മശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഹദീസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. പണ്ഡിതന്മാർ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നതിനു വേണ്ടി രണ്ട് രൂപത്തിലാണ് രചനകൾ നടത്തിയിട്ടുള്ളത്. ഒന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുൻഗാമികളായ സലഫു സാലിഹീങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് മത്നുകളാക്കി രചിക്കുക എന്നുള്ളത്. അഥവാ അവർ വളരെ അപൂർവമായി ഉദ്ധരിക്കേണ്ട ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഹദീസുകളോ ആയത്തുകളോ പരാമർശിക്കുക. ബാക്കി ഇന്നതിന്റെ നിയമം ഇങ്ങനെയാണ്, ഇന്നതിന് ഇത്ര നിബന്ധനകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരിക്കും അവർ അത്തരം ഗ്രന്ഥരചനകൾ നടത്തുക. ഉംദത്തുൽ ഫിഖ്ഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ്. എന്നാൽ മറ്റൊരു രീതി, പണ്ഡിതന്മാർ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടാണ് കർമ്മശാസ്ത്രം പഠിപ്പിച്ചത്. അഥവാ ഓരോ വിഷയത്തിലെയും തഹാറത്തിന്റെ ശുദ്ധീകരണം, നിസ്കാരം, സക്കാത്ത് പോലെയുള്ള അധ്യായങ്ങൾ ആയി കൊടുത്തിട്ട് അതിനു വേണ്ട ഉപഅധ്യായങ്ങളും കൊടുത്തിട്ട് ഓരോ അധ്യായത്തിനും യോജിക്കുന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതാത് അധ്യായത്തിൽ കൊടുക്കുക വഴി അങ്ങനെയും ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. നാം ഇവിടെ വായിക്കുന്ന ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഗ്രന്ഥം അത്തരത്തിൽ നാം പറഞ്ഞ രണ്ടാമത്തെ രൂപത്തിൽ ഇതുള്ളതാണ്. അഥവാ ഓരോ അധ്യായവും കൊടുക്കുകയും ആ അധ്യായത്തിൽ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ പ്രവർത്തിച്ചതായ ഹദീസുകൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന രീതി. ഇതിൽ ആദ്യമായി നമ്മൾ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം രണ്ടാമതായി പഠിക്കുന്ന കിതാബു സ്വലാഹ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വിധിവിലക്കുകൾ അടങ്ങുന്ന ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ധാരാളം ഉപ അധ്യായങ്ങൾ വന്നിരുന്നു. നിസ്കാരവുമായി ബന്ധപ്പെട്ടും ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടും ഒക്കെ പല അധ്യായങ്ങൾ വന്നിരുന്നു. നമ്മൾ അവസാനമായി വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ബാബു ദിക്ർ അഖിബസ് സലാഹ്, നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലാറുണ്ട്. ആ ദിക്റുമായി ബന്ധപ്പെട്ട് വന്ന മസ്അലകളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു പോയത്. അവസാനം വായിച്ച ഹദീസ് അത് നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദിക്റിനെ കുറിച്ചാണ്. അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിൽ അല്പം അവസാനം ഒരു ഭാഗം വിശദീകരിക്കേണ്ടതായ ഒരു ഭാഗം കൂടി അതിലുണ്ടായിരുന്നു. ഹദീസുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആ കാര്യം കൂടി ഈ ഹദീസിനോടൊപ്പം പറഞ്ഞിട്ടുള്ളത് കാണാം. നമ്മൾ അവസാനം വായിച്ച ഹദീസ് ഇങ്ങനെയാണ്: مغيرة علي أملى علي المغيرة بن شعبة والراد كاتب المغيرة بن شعبة. مغيرة بن شعبة എന്ന് പറയുന്ന സഹാബിയുടെ എഴുത്തുകാരനായ വറാദ് അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ എനിക്ക് മുഗീറത്ത് ബിൻ ശുഅബ, മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടമാണ്, അദ്ദേഹത്തിന് കൊടുക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ എഴുതി തന്നിരുന്നു. ആ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് പറയുന്ന ഈ ദിക്ർ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇത് ഹദീസ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഈ ഹദീസ് കഴിഞ്ഞതിന് ശേഷം ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് അബ്ദുൽ ഖനി അൽ മഖ്ദിസി, ഈ ഉംദത്തുൽ അഹ്കാമിന്റെ മുഅല്ലിഫ്, രചയിതാവ്, ഒരു ഹദീസും കൂടി ലഫ്സും കൂടി കൊടുത്തത് കാണാം. വഫീ ലഫ്ലിൻ, വേറെ ചില റിവായത്തിൽ വേറെ ചില ലഫ്സിൽ വന്നിട്ടുണ്ട്: കാന യൻഹ അൻ ഖീല വഖാൽ വഇദാഅത്തിൽ മാൽ വകസ്റത്തിസ് സുആൽ വകാന യൻഹ അൻ ഉഖൂഖിൽ ഉമ്മഹാത്ത് വവഅദിൽ ബനാത്ത് വമൻഇൻ വഹാത്ത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കൊടുത്തത് കാണാം.
യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസിന്റെ ഭാഗമാണ്. പക്ഷെ അധ്യായവുമായി നേർക്ക് നേരെ ബന്ധം ഇതിനില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മര്യാദകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? കാന യൻഹ അൻ ഖീല വഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല ഖാലകൾ നിരോധിച്ചിരുന്നു, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖീല ഖാലകൾ എന്താണത്? നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയാറുള്ളത് കണ്ടതും കേട്ടതും പറയുക എന്നുള്ളതാണ്. ഇത് പാടില്ലാത്ത കാര്യമാണ്, ഹറാമായ കാര്യമാണ്. ഖീലയും ഖാലയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഖീല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് പറഞ്ഞത് എന്ന് പോലും ഇയാൾക്കറിയില്ല. ആരും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇതാണ് പറയുന്നത്, ആരാ പറഞ്ഞ അതെനിക്കറിയില്ല, ഇതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ പരസ്പരം സംസാരിക്കും. ഖാല എന്ന് പറയുന്നത് ആരാ പറഞ്ഞത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊരു ഉറപ്പൊന്നുമില്ല. അങ്ങനെ തന്നെയാണോ, അയാൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണ് കേട്ടത്, ഇന്ന ആൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണ് ആരാ പറഞ്ഞത് എന്നറിയാം, പക്ഷെ യാതൊരു ഉറപ്പൊന്നുമില്ല, ഒരു തസബ്ബുത്തില്ല. ആ പറഞ്ഞതിനൊരു സ്ഥിരീകരണം അതൊന്നും നൽകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള വർത്താനത്തിനാണ് ഖാലകൾ എന്ന് പറയുന്നത്. ഈ ഖീല ഖാലകൾ, കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുക, സത്യമാണോ എന്ന് അന്വേഷിക്കാതെ കാര്യങ്ങൾ അപ്പുറവും ഇപ്പുറവും പറയുക എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നാവിനെ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് നമ്മുടെ നാവ് ചലിപ്പിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. കാരണം ഇത്തരം ഖീലഖാലകൾ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ നാവിന്റെ ആവശ്യമെന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാൻ നമ്മുടെ കൈകൾ തന്നെ മതിയായതാണ്. നമ്മുടെ നാവിന് പകരം ഈ കൈവിരലുകൾ അത് ചലിക്കുന്നുണ്ട്. അത് നാവിന്റെ അതേ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്താണോ നമ്മൾ നാവ് കൊണ്ട് പറയുന്നത്, ഒരു പക്ഷെ അതിനേക്കാൾ ഏറെ ഗൗരവത്തിൽ ഇത് പലതും സൃഷ്ടിക്കുന്നു. ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ആരോ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ അത് ഇന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഒരാൾ കേട്ടതെല്ലാം പറയുക എന്നുള്ളത് തന്നെ അയാൾ ഒരു കള്ളനാകാൻ മതിയായതാണ്. കേട്ടതെല്ലാം പറയാൻ, എന്തൊക്കെയാണോ കേട്ടോ അതൊക്കെ ഒരിടത്തുനിന്ന് കേട്ട് അപ്പുറത്തേക്ക് പറയുക എന്നുള്ളത് തന്നെ അയാൾ യഥാർത്ഥത്തിൽ ഒരു കള്ളനാണ് എന്ന് പറയാൻ മതിയായതാണ്. അല്ല, നമ്മൾ ചിലപ്പോൾ ഞാൻ കളവ് പറയുന്ന ആളൊന്നുമല്ല എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ കളവ് പറയാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, അവിടെ കേട്ടത് ഞാൻ അവിടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നവൻ തന്നെ കള്ളനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് അറിയിക്കുന്നു, കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു വ്യക്തി കള്ളനാകാൻ ഇത്ര മതി, അവൻ കേട്ടതെല്ലാം പറയുക. കേട്ടതെല്ലാം പറയുക, എന്താണോ കേട്ടത്. അല്ലെ, കേട്ടതെല്ലാം ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് കേട്ടു എന്നുള്ളത് തന്നെ അടുത്തൊരാളോട് പറയാൻ മതിയായത് എന്നാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അറിയില്ല. പലരും കേട്ടിട്ടുണ്ട്, പക്ഷേ കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടില്ല, മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അയാൾ ഉദ്ദേശം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം അവൻ എന്താണോ കേൾക്കുന്നത് അവന്റെ ഉദ്ദേശം അത് അപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹൃദയത്തിലുള്ള മോശം ചിന്തയും കൂടി അതിനോടൊപ്പം ചേർന്ന് വന്നാൽ അത് വലിയ കുഴപ്പങ്ങളാക്കി ഇവൻ അവതരിപ്പിക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സംസാരം അത് ആവശ്യത്തിന് മാത്രമാക്കുകയും അനാവശ്യമായ സമയങ്ങളിൽ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ഈമാനുമായി ബന്ധമുണ്ട് സംസാരങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. രണ്ട് ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഒന്നിക്ക് പറയുന്നത് നല്ലതായിരിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ വരാം, നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് സംശയമുള്ളതായ കാര്യം. അല്ലെ, ഒന്ന് മോശപ്പെട്ട കാര്യം, അത് പറയാൻ പാടില്ല എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം മോശമാണ്, അത് പറയാനേ പാടില്ല. നല്ലതാണ്, അത് പറയാം, തർക്കമില്ല. ഇനി നല്ലതാണോ മോശമാണോ എന്ന് സംശയമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് ഇതാണ് നമ്മുടെ നിലപാട്. അത് നല്ലതാണ് എന്ന് വ്യക്തമാകുന്നത് വരെ മിണ്ടാൻ പാടില്ല. നല്ലതാണ്, ഞാൻ പറഞ്ഞാൽ അത് നല്ല കാര്യത്തിന് ഉപകരിക്കും എന്നറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി പറഞ്ഞു, വഇദാഅത്തിൽ മാൽ, സമ്പത്തിനെ ദുർവ്യയം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അഥവാ ദുന്യവിയായോ ഉഖ്റവിയായോ, ദുനിയാവിലോ ആഖിറത്തിലോ യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ചെലവഴിക്കാറുണ്ട്. ഒരു ഉപകാരവും അതിനെ കൊണ്ടില്ല. ദുനിയാവിലും അവനൊന്നും കിട്ടൂല. ആ കാര്യം വാങ്ങിക്കൊണ്ട് ഒരു ഉപകാരവും അവൻ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. ആഖിറത്തിലേക്ക് ഒരു നിലക്കും ഉപകരിക്കാത്തതായ വസ്തുക്കൾ, അത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന്റെ വിധി അത് പണ്ഡിതന്മാർ പറയുന്നു, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് ഹറാമാണ്.
യാതൊരു ആവശ്യവുമില്ല, അവനത് ഒരു നിലക്കും ആവശ്യമില്ല. എന്തൊക്കെയാണ് ഇദാഅത്തുൽ മാലിൽ പെടുക, സമ്പത്തിന്റെ ദുർവ്യയത്തിൽ പെടുക എന്നുള്ളതിൽ പണ്ഡിതന്മാർ പറയുന്നു. ഇദാഅത്തുൽ മാൽ, ഒരാൾ സമ്പത്തിനെ ദുർവ്യയം ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരാൾ ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഹറാമായ രീതിയിൽ സമ്പാദിക്കുക എന്നുള്ളത് ദുർവ്യയമാണ്. പലരും മനസ്സിലാക്കാത്ത കാര്യമാണ്. പലിശയിലൂടെ അല്ലെങ്കിൽ അള്ളാഹു അനുവദിക്കപ്പെടാത്തതായ പല രൂപത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ഉണ്ടാകും. അങ്ങനെ ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുന്നതെല്ലാം യഥാർത്ഥത്തിൽ ആ സമ്പത്തിന് ദുർവ്യയം ചെയ്യലാണ്. കാരണം ആ സമ്പത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അവൻ ഹറാമായ സമ്പാദ്യമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരിക്കലും അത് പാടില്ലാത്ത കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇളാഅത്തുൽ മാലിന്റെ രണ്ടാമത്തെ ഉദാഹരണം, ഒരാൾ ഹലാലായ സമ്പാദ്യമാണ് പക്ഷേ ഹറാമിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹറാമായ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പണ്ഡിതന്മാർ പറയാറുണ്ട്, സിഗരറ്റ് പോലെയുള്ള വസ്തുക്കൾ വാങ്ങുക എന്നുള്ളത് ഇദാഅത്തുൽ മാലിലാണ് പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ പാഴ് ചെലവുകളിലാണ്, പാടില്ല എന്ന് പറഞ്ഞ ചെലവുകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക. കാരണം അത് ഹറാമിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. രണ്ട് രൂപത്തിൽ സിഗരറ്റ് പോലെയുള്ള വസ്തുക്കൾ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് ലഹരി ഉണ്ടാക്കുന്ന കാര്യമാണ്, സ്വന്തത്തിന് കൊല്ലുന്ന കാര്യമാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതിന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്, ഇത് സമ്പത്തിന് ദൂർത്തടിക്കലാണ്, ദുർവ്യയം ചെയ്യലാണ്. ചില്ലറ പണമല്ല അവൻ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവനൊരു ഉത്തരവും പറയാനില്ല. ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹലാലായ സമ്പാദ്യം അവൻ ചെലവഴിച്ചിട്ടുള്ളത് എന്ന ഉത്തരം മാത്രമേ അവനുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അവൻ ചെലവഴിക്കുന്നത് ഹലാലായ കാര്യങ്ങൾക്ക് തന്നെയാണ്, സമ്പാദ്യവും ഹലാലാണ്, പക്ഷേ ദുർവ്യയം ചെയ്യുകയാണ്. യാതൊരു ആവശ്യവുമില്ല, അതിനപ്പുറത്തേക്കാണ് ചെയ്യുന്നത്. ആവശ്യത്തിലധികം ഭക്ഷണം, ആവശ്യത്തിലധികം വസ്ത്രം, ആവശ്യത്തിലധികമുള്ള എല്ലാം അവന്റെ ആവശ്യത്തിനല്ല. അവൻ ദുന്യവിയായ ഒരു ആവശ്യം അതുകൊണ്ട് പറയാനില്ല, ഉഖ്റവിയായ ഒരു ആവശ്യം അതുകൊണ്ട് പറയാനില്ല. വെറുതെ പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, അങ്ങനെ വേണ്ടി വാങ്ങിക്കൂട്ടിയ വസ്തുക്കളാണ്. ഇതൊക്കെ ഇദാഅത്തുൽ മാലിലാണ് പെടുക. അത് വളരെയധികം പേടിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്ന ഷറഹ് വിശദീകരണം അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടേതാണ്. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇദാഅത്തുൽ മാലിൽ പെടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത്, ആളുകൾ കളിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നുണ്ട്. കളി, പലതരത്തിലുള്ള വിനോദങ്ങൾ. ആ വിനോദങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവനെ തെറ്റിച്ച് കളയുന്ന വിനോദങ്ങളാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അവരുടെ മക്കൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പല വീഡിയോ ഗെയിമുകളും പോലെയുള്ള പല വസ്തുക്കളും അവർ വാങ്ങിക്കൊടുക്കും. ഇത്തരം ഗെയിമുകൾക്കും ഇത്തരം വസ്തുക്കൾക്കും അഡിക്റ്റായ അതിന്റെ മുന്നിൽപ്പെട്ട ആളുകൾ പിന്നീട് നിസ്കരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് ദിക്റുള്ള ഒരു കാര്യത്തിനേക്കും അവരെ കാണാൻ സാധിക്കുന്നില്ല. ഇനി അവരുണ്ടായാൽ തന്നെ അവരുടെ മനസ്സ് എവിടെയോ ആണ്, അവരുടെ ഖൽബ് എവിടെയാണ്, അവരുടെ ശരീരം മാത്രമായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും തെറ്റിച്ചു കളയുന്ന വിനോദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഹറാമാണ്. പ്രത്യേകിച്ചും വലിയ ആളുകളാണ് ഇന്ന് അത് കൂടുതൽ അത്രയും വില കൊടുത്ത് വാങ്ങുന്നത്, പാടില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വലിയ ആളുകൾക്ക് ഹറാമായത് ചെറിയ കുട്ടികൾക്ക് ഹലാലാകും. അപ്പൊ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം അനാവശ്യമായി ചെലവഴിക്കുക എന്നുള്ളത് അവർക്ക് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയല്ല. അവർക്ക് അവരുടെ പ്രായത്തിന് വേണ്ട വിനോദങ്ങൾ, കളികൾ, ഇത്തരം കാര്യങ്ങൾ വലിയ ആളുകൾക്ക് പാടില്ലാത്തത് ചെറിയ കുട്ടികൾക്ക് പറ്റും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വിശദീകരണത്തിനിടയിൽ വന്ന പല ചോദ്യങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം തൊട്ടിലുകൾ, അങ്ങനെയുള്ള വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് വാങ്ങാം. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായം അതാണ്, ചെറിയ കുട്ടികളാണ്, അവർക്കത് കളിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വലിയ ആളുകൾ ചെറിയ കുട്ടികളെ പോലെ ഇത്തരം വിനോദങ്ങൾ വാങ്ങി അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അവന്റെ ദിക്റിൽ നിന്നും തെറ്റിച്ചു കളയുന്നതായ ഇത്തരം വിനോദങ്ങൾ വാങ്ങുക എന്നുള്ളത് ഇദാഅത്തുൽ മാലിൽപ്പെട്ടതാണ്. അതിന്റെ വലിയ ഉദാഹരണത്തിൽപ്പെട്ടതാണ് ഇന്ന് കാലത്ത് ആളുകൾക്കിടയിൽ വളരെയധികം പ്രചാരമുള്ള പ്ലേ സ്റ്റേഷൻ പോലെയുള്ള ഗെയിമുകൾ, അല്ലെ? നമ്മൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല, അറിയുകയുണ്ടാവില്ല. പക്ഷെ ഇതിനൊക്കെ അഡിക്റ്റായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അഡിക്ഷനാണ്. അവർ ലഹരി ഉപയോഗിക്കുന്നത് പോലെ ഇത്തരം ഗെയിമുകൾക്ക് അഡിക്റ്റായ ആളുകളുണ്ട്. ഭ്രാന്തമായി ഇതിനു മുന്നിൽ 24 മണിക്കൂറും ഇരുന്നു കൊണ്ട് അവന് നിസ്കാരമില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു ഗെയിമുകളൊക്കെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നിഷേധിക്കുന്ന തലത്തിലേക്ക് വരെ അവനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം ഇതിനു വേണ്ടി അവൻ മറ്റൊന്നിലേക്കും ചെവി കൊടുക്കുകയില്ല, ബാങ്ക് കേൾക്കുകയില്ല,
നിസ്കരിക്കാൻ സമയമായാൽ അവനതിന് യാതൊരു ബോധവും അതിനില്ല. മുഴുവൻ സമയവും ഇങ്ങനെയാണ്. ധാരാളം ചെറുപ്പക്കാർ ഇതൊരു ഇന്നത്തെ ഒരു ട്രെൻഡാണ് ആയി മാറിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പല സോഷ്യൽ മീഡിയയിലും ആളുകൾ അങ്ങനെ ഗെയിമിംഗ് നടത്തിയിട്ട് അവനിതാ വലിയ കോടികൾ ആക്കിയിട്ടുണ്ട്, അവൻ വലിയ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ പലതും പറഞ്ഞ് യുവാക്കൾ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഉപകാരം അവർക്ക് ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. ഒരല്പം കഴിഞ്ഞാൽ പിന്നീട് സമൂഹമായി ഇടപെടാൻ പോലും കഴിയാത്ത രൂപത്തിൽ അങ്ങേയറ്റം കുടുസമായ സ്വഭാവമായി തീരുന്ന അഗാധമായ ഇത്തരത്തിലുള്ള ദാരുണ അന്ത്യങ്ങൾക്കാണ് പലപ്പോഴും ഇത് എത്തിച്ചേരുന്നത്. ഇതിനെ ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇതിനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ദുനിയാവിൽ അവൻ ഉണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, അതുപോലെ അതിനുവേണ്ടി നമ്മുടെ ആയുസ്സിനെ ചെലവഴിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞു വകസ്റത്തിസ് സുആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മൂന്നാമത്തെ കാര്യം അധികരിച്ച ചോദ്യമാണ്. അധികരിച്ച ചോദ്യം അത് വിലക്കപ്പെട്ട കാര്യമാണ്. ചോദ്യത്തെക്കുറിച്ച് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അസ്സുആലു നൗആനി സുആലു മാലിൻ വസുആലു ഇൽമിൻ. രണ്ട് രൂപത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് ആളുകൾ ചോദിക്കാറുണ്ട്. ഒന്ന് സമ്പത്ത് ചോദിക്കുന്നതാണ്, മറ്റൊന്ന് ഇൽമു ചോദിക്കലാണ്, അറിവ് ചോദിക്കുക, ദീനിയായ വിജ്ഞാനം ചോദിക്കുക. ഇത് രണ്ടിലും വിലക്കപ്പെട്ടതും അനുവദിക്കപ്പെട്ടതും ഉണ്ട്. രണ്ടും മനസ്സിലാക്കണം. സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു ആവശ്യമില്ലാതെ ആളുകളോട് സമ്പത്ത് ചോദിക്കുക, ഇരുന്ന് വാങ്ങുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്, ദീനിൽ വിലക്കപ്പെട്ട കാര്യമാണ്. വളരെയധികം മുൽത്തറായ അത്യാവശ്യക്കാരനായ ആളുകൾക്കല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ സമ്പത്ത് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, അല്ലെ? ഇന്ന് ഇത്തരത്തിൽ ആളുകൾ ഇങ്ങനെ പല രൂപത്തിൽ ചെറിയ ചെറിയ കാരണങ്ങൾ മറ്റുമൊക്കെ ആളുകളോട് പറഞ്ഞ് ധാരാളമായ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഉണ്ടാക്കി അത് തിന്നുന്ന ആളുകളെ കാണാം. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റം മുൽത്തറായ, അങ്ങേയറ്റം ഗതികെട്ട അവസ്ഥയിൽ മാത്രമാണ് ആളുകളോട് ചോദിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. ധാരാളം ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഇങ്ങനെയുള്ള രൂപത്തിൽ ഒരാളുടെ അവസ്ഥ എത്തുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചോദിക്കാവുന്നതാണ്. ആളുകളോട് ചോദിക്കാൻ, എൻ്റെ അടുത്ത് ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. ഇത്തരം ഘട്ടങ്ങളിൽ അത്യാവശ്യമായ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട, ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളോട് ചോദിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ആളുകളോട് പണം ചോദിക്കുക എന്നുള്ളത് കസ്റത്തു സുആലിൽ പാടില്ലാത്ത കാര്യത്തിലാണ് പെടുക. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടും ചോദിക്കാതെ തന്നെ അവന് സമ്പത്ത് വന്നെത്തുകയാണ്. ആരെങ്കിലും ഹദിയകളായി, ഗിഫ്റ്റായി, ഉപഹാരങ്ങളായി ഒരാൾ എത്തുകയാണെങ്കിൽ അവൻ ചോദിച്ചിട്ടില്ല, അവനത് ആഗ്രഹിച്ചിട്ടുമില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും വേണ്ട. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ജാഅക മിൻ ഹാദൽ മാലി ഷൈഉൻ വഅൻത ഗൈറു മുശ്രിഫിൻ വലാ സായിലിൻ ഫഖുദ്ഹു. നിനക്കിതാ ഈ സമ്പത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വന്നെത്തിയിട്ടുണ്ട്, നീ അത് ആഗ്രഹിക്കുകയോ അത് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ അടുക്കൽ അത് വന്നാൽ ഫഖുദ്ഹു, നീ അത് സ്വീകരിച്ചു കൊള്ളുക. വമാ ലാ ഫലാ തുത്ബിഉഹു നഫ്സക. അതല്ലാതെ നീ നിന്റെ സ്വന്തത്തെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങേറ്റ ആവശ്യം ഒരാൾക്കുണ്ട്, ചോദിക്കാറില്ല, പക്ഷെ ആരെങ്കിലും കൊണ്ടുതന്നു, ആ സമയത്ത് നിനക്കത് വാങ്ങിക്കാം. പക്ഷേ നീ അത് ആഗ്രഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, ആളുകളുടെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹദീസിൽ ധാരാളം സാധിക്കുന്ന എത്ര ഫായിദകൾ ഒരൊറ്റ വാക്കിൽ നിന്ന് അദ്ദേഹം ധാരാളം വിശദീകരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം അതിൽ ചോദിക്കുന്നുണ്ട്, വേറൊരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ്. വേറൊരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് ചോദിക്കാം, വേറൊരു വ്യക്തിക്ക് വേണ്ടി ചോദിക്കാം. പക്ഷെ ആ ചോദിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയോട് ഇന്ന ആൾക്ക് വേണ്ടി നീ കൊടുക്കണം, ഇന്ന ആൾക്ക് നീ കൊടുക്കണം എന്ന് അയാളുടെ പിന്നാലെ കൂടി നീ ചോദിക്കുക എന്നുള്ളത് ഒരു പക്ഷെ അത് കസ്റത്തു സുആലിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ വ്യക്തിക്ക് നീ ആർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, അയാൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ചില ന്യായങ്ങൾ ഇയാൾക്കുണ്ടായേക്കാം. അപ്പൊ അയാളോട് നീ ആവർത്തിച്ച് ചോദിക്കുക എന്നുള്ളത് അതൊരു പക്ഷെ കസ്റത്തു സുആലിൽ പെട്ടേക്കാം, നിനക്ക് വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും. അതുകൊണ്ട് നീ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഒരു തവണ അവനോട് കാര്യങ്ങൾ പറയുക, അവൻ കൊടുക്കുമെങ്കിൽ അത് കൊടുത്തുകൊള്ളട്ടെ, അതല്ല എങ്കിൽ നീ അത് ഒഴിവാക്കുക. അതും ചിലപ്പോൾ കസ്റത്തു സുആലിൽ പെട്ടേക്കാം. മറ്റൊരാൾക്ക് വേണ്ടിയായാലും അനാവശ്യമായ ഒരാളെ പിന്നാലെ പോയി ചോദിച്ചുകൊണ്ടേയിരിക്കാൻ അത് പാടില്ല. അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അതായത് ഇന്ന അവസരമുണ്ട്, ഇന്ന ആളൊരു സാധുവാണ്, നമുക്ക് കൊടുത്തുകൂടെ, അതെന്റെ പിന്നാലെ കൂടുക എന്നുള്ളത് ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അതുപോലെ സഹോദരങ്ങളെ, കസ്റത്തു സുആലിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക.
അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് ഏതൊരു മാർഗത്തിലാണോ വിട്ടത് അത് കേട്ടതിന് ശേഷം സ്വഹാബത്ത് ആരും ചോദിക്കാത്തതായ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ എങ്ങനെയാണ് എന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ അതെങ്ങനെയാണ്, അത് ഏത് രൂപത്തിലാണ് എന്ന് ചോദിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്, അല്ലെ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട്, അർശിൽ ആരോഹണം ചെയ്തിട്ടുണ്ട്. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന്റെ മുകളിലായി എന്നാണ്. ഇപ്പൊ മനുഷ്യൻ കസാര മേലെ ഇരിക്കുന്നതും അങ്ങനെ തന്നെ. പക്ഷെ അള്ളാഹുവിന്റെ ഇസ്തിവാ അങ്ങനെയല്ല, അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ്. അതെങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് പറഞ്ഞ് ചോദിക്കുക, അത് ഏത് രൂപത്തിലായിരിക്കും, അതെങ്ങനെയായിരിക്കും, ഇത്തരം ചോദ്യങ്ങൾ അത് കസ്റത്തു സുആലിലാണ് പറയപ്പെടുക. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ വസ്സുആലു അൻഹു ബിദ്അ എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് തന്നെ ഒരു ബിദ്അത്താണ്. കാരണം സഹാബത്ത് ആരും ഈ ഹദീസ് ഒന്നും കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരിക എന്ന്, ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് സംഭവിക്കുക, ഇപ്പൊ ലോകത്തിൽ വ്യത്യസ്ത രാത്രികളില്ലേ, പകലുകളില്ലേ, അപ്പൊ ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ 1/3 ബാക്കി ഉണ്ടാകുമ്പോൾ ഇറങ്ങി വരിക എങ്ങനെ? ആ ചോദ്യമില്ല, ആ ചോദ്യം പാടില്ല. അത് കസ്റത്തു സുആലിലാണ് പെടുക. എന്നാൽ അതല്ലാത്ത ദീനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നാസിലത്ത് വന്നു, പുതുതായ ഒരു വിഷയം വന്നു, ഒരു മസ്അല വന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് ചോദിക്കണം. അത് ചില സമയത്ത് അത് ചോദിക്കൽ നിർബന്ധമായി തീരും. നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട അമലുകളെ കുറിച്ചാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ അത് അല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞതാണ്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ അഹ്ലു ദിക്ർ, ആ വിഷയത്തിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക, ആ വിഷയത്തിൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക. ഏത് വിഷയമാണോ അതിൽ പാണ്ഡിത്യം ആർക്കാണോ ഉള്ളത് അവരോട് ആ വിഷയം ചോദിക്കുക എന്നുള്ളത് വേണ്ട കാര്യമാണ്. എന്ത് ഇത്തരത്തിലുള്ള നാസിലത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് വാജിബായി തീരും. അതല്ലാത്ത സമയത്ത് ഒരു താലിബുൽ ഇൽമിനാണെങ്കിൽ, ഒരു മതവിദ്യാർത്ഥി, ദീൻ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവൻ ആവശ്യത്തിന് പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കാം. എന്നാൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു, സാധാരണക്കാരായ ആളുകളാണെങ്കിൽ അവർക്ക് അമലില്ലാത്ത കാര്യത്തിന് വെറുതെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് സലഫുകൾ വിലക്കിയിട്ടുള്ള കാര്യമാണ്. സലഫുകൾക്കിടയിൽ ആരെങ്കിലും ഇത്തരം ചോദ്യങ്ങളായി വന്നാൽ അവരാദ്യം ചോദിക്കാറുള്ളത് അങ്ങനെ സംഭവിച്ചോ, എന്തെങ്കിലുമൊക്കെ മസലയായിട്ട് ചില ആളുകൾ വരും, അവർ ചോദിക്കാറുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ. അവർ നഅം എന്ന് പറഞ്ഞാൽ അജാബഹു, അവർ ഉത്തരം നൽകും. വ ഇൻ ഖാല ലാ ലം യുജിബ്, ഇല്ലെങ്കിൽ വേണ്ട പോയിക്കോളൂ. അങ്ങനെ ചില ആളുകൾ അതാണ്, ഒരു യാതൊരു സംഭവിക്കാത്തതായ ചില സങ്കല്പ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആയാലോ, അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആയാലോ, യാതൊരു ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള അമലുകൾക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക, അതല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ് സഹോദരങ്ങളെ, അത് പാടില്ല. അനാവശ്യമായ ചോദ്യങ്ങൾ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഉമ്മത്തിൽ പലരും നശിച്ചു പോകാനുള്ള കാരണം ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങളായിരുന്നു എന്നാണ്. കാരണം ഇത്തരം അനാവശ്യങ്ങളായ ചോദ്യങ്ങൾ പിശാച് പല രൂപത്തിലുള്ള സന്ദേഹങ്ങളിലേക്ക്, ശുഭത്തുകളിലേക്ക് നമ്മൾ എത്തിക്കും. അതപ്പോ അങ്ങനെ ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങളാണ്. ഇത് ചോദിക്കേണ്ടതായ ഒരു ചോദ്യമായിരുന്നെങ്കിൽ നിർബന്ധമായും സ്വഹാബത്ത് ചോദിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ദീനിനെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്തൊക്കെയാണോ ചോദിക്കേണ്ടത് അതൊക്കെ സ്വഹാബത്തിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഉത്തരം കിട്ടാത്തതായ, ബേജാറിലാകുന്ന, അങ്കലാപ്പിലാകുന്ന ഒരു മസ്അലയും ദീനിലില്ല. പഠിക്കേണ്ടതുപോലെ അതിന്റെ അടിസ്ഥാനങ്ങളും പാഠങ്ങളും പഠിച്ചാൽ വ്യക്തമാകും. അതുകൊണ്ട് എന്തെല്ലാമാണ് ചോദിക്കേണ്ടതൊക്കെ പഠിച്ചാൽ കിട്ടുന്നതാണ്. നമ്മളായിട്ട് പുതിയ പുതിയ ചോദ്യങ്ങൾ, അനാവശ്യ ചോദ്യങ്ങൾ വിഷയങ്ങളിൽ, ദീനി വിഷയങ്ങളിൽ ചോദിക്കുക എന്നുള്ളത് അത് കസ്റത്തു സുആലിലാണ്, അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അഥവാ അതിന്റെ ഖുലാസ പറയുകയാണെങ്കിൽ, സമ്പത്തിനെ കുറിച്ചാണെങ്കിൽ അതിന്റെ അസ്ല് ഹറാമാണ്, ചോദിക്കാൻ പാടില്ല. എന്നാൽ ഒരാൾക്ക് ദറൂറത്തുണ്ടായാൽ ആളുകളോട് ചോദിക്കാം. എന്നാൽ ഇൽമിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കസ്റത്തു സുആൽ, ധാരാളമായിട്ടുള്ള ചോദ്യം, അധികരിച്ച ചോദ്യം, അത് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അനിവാര്യമാണ്. അവൻ അവന്റെ പണ്ഡിതനോട് ചോദിക്കാം. എന്നാൽ സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അമലിന് വേണ്ട ചോദ്യം മാത്രം അവൻ ചോദിച്ചാൽ മതി. കാരണം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അധികരിച്ച ചില ചോദ്യങ്ങൾ അവൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പക്ഷെ ഇവനോട് മറ്റുള്ള ആളുകൾ ചോദിക്കും, അപ്പൊ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവൻ അവന്റെ അമലിന് മാത്രം നോക്കിയാൽ പോരാ. അവൻ സമൂഹത്തിന്റെ മുന്നിൽ ദീന് പഠിപ്പിക്കുന്ന ആളാണ്. ആളുകൾക്ക് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട ആളാണ്. അതുകൊണ്ട് അവനേക്കാൾ വലിയ പണ്ഡിതന്മാരോട് ഒരു മസ്അല പഠിക്കുമ്പോൾ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അവൻ ചോദിക്കേണ്ടി വരും. കാരണം അവൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എന്നാൽ അമല്, സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമലിനുള്ള ചോദ്യം അവർക്ക് മതി. അതിനപ്പുറത്തേക്ക് വെറുതെ ഇല്ലാത്ത സങ്കല്പങ്ങൾ ഉണ്ടാക്കി ചോദിക്കുക എന്നുള്ളത് പാടില്ലാത്ത മുഹറമായ, ഹറാമായ ചോദ്യത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നീട് പറഞ്ഞ കാര്യം വകാന യൻഹ അൻ ഉഖൂഖിൽ ഉമ്മഹാത്ത്, അവിടുന്ന് മാതാക്കളെ അവരോട് ഉഖൂഖ് കാണിക്കുക, നന്ദികേട് കാണിക്കുക, അവരോട് കൊടുക്കേണ്ട ഹക്കുകൾ, ബാധ്യതകൾ നിറവേറ്റാതിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹറാമാക്കിയിട്ടുണ്ട്. നമ്മൾ ധാരാളം ക്ലാസ്സുകളിലും വിശദീകരണങ്ങളിലൊക്കെ
കേട്ടതാണ്. മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യത അത് ധാരാളം വിശദീകരിക്കാനുള്ള കാര്യമാണ്. അത് പാടില്ല എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഉഖൂഖുൽ ഉമ്മഹാത്ത് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഉമ്മഹാത്തിനെ കുറിച്ച് പറഞ്ഞത്? മാതാക്കളെ പറഞ്ഞിട്ടുള്ളൂ, പിതാക്കൾ ആബാ എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നത് മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ ധിക്കരിക്കപ്പെടുക പലപ്പോഴും മാതാക്കളാണ്, ഉമ്മമാരാണ്. കാരണം ഉപ്പമാരോട് ചിലപ്പോൾ എല്ലാവിധ കളികൾ കുട്ടികൾക്ക് നടക്കുകയില്ല. അവരവരുടെ ഹക്ക് ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും. പറയുന്ന രൂപത്തിൽ നിർത്തിക്കാൻ ചിലപ്പോൾ സാധിക്കും. കുട്ടികളും അധികവും അങ്ങനെയാണ്. അവരുടെ ദേഷ്യം പിടിക്കലും അവരുടെ കുഴപ്പമുണ്ടാക്കലൊക്കെ മിക്കവാറും ഉമ്മമാരോടായിരിക്കും. ഉമ്മമാരാണ് കൂടുതൽ ഉഖൂഖിന് വിധേയപ്പെടുന്നത്, അഥവാ അനുസരണക്കേട് കാണിക്കപ്പെടുന്നത് പലപ്പോഴും ഉമ്മമാരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ഉമ്മയോടാണ്. 3 പ്രാവശ്യമാണ് അത് പറഞ്ഞത്. 3 പ്രാവശ്യം നിന്റെ ഉമ്മയോട് ബാധ്യതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് അതിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് നിന്റെ ഉമ്മയാണ്. അള്ളാഹു നിന്നെ ഭൂമിയിലേക്ക് പടക്കാൻ നിയോഗിച്ചൊരു സബബ് അത് നിന്റെ ഉമ്മയിലൂടെയാണ്. പ്രധാനമായും ഉമ്മയാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രയാസം സഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ബാധ്യത ഉമ്മയോട് കൂടുതൽ ഉണ്ട് എന്ന് കാണാം. പിന്നീട് പറഞ്ഞത് വഅദിൽ ബനാത്ത്, പെൺകുട്ടികളെ കുഴിച്ചുമൂടുക എന്നുള്ള സമ്പ്രദായം അത് ജാഹിലിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാഹിലിയത്തിൽ പെണ്ണാണ് പ്രസവിച്ചത് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കുഴിച്ചിടുക എന്നുള്ള സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അല്ലാഹു തആല ഇതാ പറയുന്നു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദ വഹുവ കളീം. അവർക്കെങ്ങാനും ഇതാ ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവർക്ക് സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. വല്ല വജ്ഹുഹു മുസ്വദ്ദ വഹുവ കളീം. അവന് ദേഷ്യം പിടിച്ചുകൊണ്ട് മുഖം ആകെ ചുളിക്കുന്ന അവസ്ഥയാണ്. അവൻ ആളുകളുടെ മുന്നിൽ എങ്ങനെ ഫേസ് ചെയ്യും, എന്താണ് ചെയ്യുക, ഇതിനെ കൊന്നുകളയുകയല്ലേ, അല്ലെങ്കിൽ ഈ നാട് വിട്ടുപോകാം എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് എന്ന് കാണാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഹദീസിൽ നിന്നുള്ള ചില ഫായിദകൾ കൂടി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അടുത്തതായി പറയുന്ന ഒരു ഫായിദ, ആളുകൾ ഈ അബോർഷൻ ചെയ്യാറുണ്ട്. അബോർഷൻ ചെയ്യുന്നത് ഇതിൽ പെടുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ അബോർഷൻ ചെയ്യുക എന്നുള്ളത് ഈ കുഴിച്ചുമൂടുക എന്നുള്ള കാര്യത്തിൽ പെടുകയില്ല എങ്കിലും അത് കുഞ്ഞായി ജനിച്ചതിന്, അതായത് ഒരു പൂർണ്ണ രൂപം എത്തിയതിന് ശേഷമാണ് അത് ചെയ്യുന്നത് എങ്കിൽ അത് ഹറാമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഏകാഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു കുട്ടിയായി 4 മാസം കഴിഞ്ഞ് അതിനുശേഷം അബോർഷൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും ചെറിയ ആദ്യ ആഴ്ചയിലോ 2ാമത്തെ ആഴ്ചയിലോ ഒക്കെ പോലുള്ള കാര്യങ്ങളിൽ അത്രയധികം അത് ഉണ്ടായാൽ മാതാവിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസ്തരായ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ അത് അനുവദിക്കപ്പെടും എന്ന് കാണാം. എന്നാൽ അത് കുട്ടിയായ പൂർണ്ണ രൂപം അതിലെത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതിനുണ്ടാകുന്ന അംഗവൈകല്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കാനിങ്ങിലൂടെ കാണുന്ന എന്തെങ്കിലുമൊക്കെ റിസൾട്ടോ കാരണത്താൽ അതിനെ ഒഴിവാക്കി കളയുക, അബോർഷൻ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് അടുത്തതായി പറഞ്ഞിട്ടുള്ളത് ഒമൻ ഇൻ വഹാദ്. അവസാനം അത് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഒമൻ ഇൻ വഹാദ്. ഒമൻ ഇൻ വഹാദ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യത്തിന് ചെലവഴിക്കുന്നതിൽ നിന്നും അവൻ തടഞ്ഞ് പിശുക്കനായി തീരുക എന്നുള്ളതാണ്. അവൻ എന്താണോ ആവശ്യത്തിന് ചെലവഴിക്കേണ്ടത് അത് ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുക എന്നുള്ളതാണ്. അത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസ്, അഥവാ ബാബു ദിക്രി അഖബി സലാ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഹദീസുകളിൽ അടുത്തത് عن سمي مولى أبي بكر بن عبد الرحمن بن حارث بن هشام عن أبي صالح السمان عن أبي هريرة رضي الله عنه. أبو هريرة رضي الله عنه ذلكنا حديثا أدهم بارينو أن فقراء المهاجرين أتوا رسول الله صلى الله عليه وسلم. മുഹാജിറുകളിൽപ്പെട്ട, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ ഹിജറ ചെയ്തു വന്ന ആളുകളാണ് മുഹാജിറുകൾ. അവരെല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്. അതുകൊണ്ട് അതിൽ ധാരാളം സാധുക്കളായ ഫുഖറാക്കൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഫുഖറാക്കളായ മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് ദഹബ അഹ്ലു ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അല്ലാഹുവിന്റെ റസൂലെ, അഹ്ലു ദുസൂർ ധനികരായ ആളുകൾ അവരിതാ വലിയ വലിയ സ്ഥാനങ്ങൾ, ശാശ്വതമായ സ്വർഗം, സ്വർഗീയ സുഖങ്ങൾ, ഇതെല്ലാം അതുകൊണ്ട് അവർ പോയിരിക്കുകയാണ്, അതെല്ലാം അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത് മാത്രമാണ് അവർ വന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ, എന്താണ് ആ കാരണം? അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട് പണക്കാർ. വയസൂമൂന കമാ നസൂം, നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ പണക്കാരും നോമ്പെടുക്കുന്നു. വയതസദ്ദഖൂൻ വലാ നതസദ്ദഖ്,
അവർ സദക്ക ചെയ്യുന്നുണ്ട്, നമ്മൾ പാവങ്ങളാണ്, സദക്ക ചെയ്യാൻ സാധിക്കുന്നില്ല. വയുഅ്തിഖൂൻ വലാ നുഅ്തിഖ്, അവർ അടിമകളൊക്കെ മോചിപ്പിക്കുന്നുണ്ട്, നമുക്കതിന് സാധിക്കുന്നില്ല. അപ്പൊ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടതായ 2 പ്രവർത്തനങ്ങളാണ് സദക്ക. അന്ന് കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു, അതിനെ മോചിപ്പിക്കുക. ഇത് രണ്ടും മഹത്തരമായ പ്രതിഫലങ്ങളാണ്. സാധുക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, സമ്പന്നരായ ആളുകൾ അവർ ചെയ്യുന്നു എന്നാണ് വന്ന് പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, അഫലാ ഉഅല്ലിമുകും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇത് പറഞ്ഞ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മുൻകടന്നവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും, അവരെ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കും. ആരാണോ നിങ്ങൾക്ക് മുന്നേ ചെന്നത് അവരെക്കാൾ മുന്നിലാകാൻ, അവരോടൊപ്പം എത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒരാളും നിങ്ങളെക്കാൾ അഫ്ളലായി ശ്രേഷ്ഠരായി ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ളതായ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പറയുക. അവിടുന്ന് പറഞ്ഞു, തുസബ്ബിഹൂൻ വതുകബ്ബിറൂൻ വതഹ്മദൂൻ ദുബറ കുല്ലി സലാത്തിൻ 33 മറ. നിങ്ങൾ തക്ബീർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, ഹംദ് ചൊല്ലുക എല്ലാ നിസ്കാരത്തിനു ശേഷവും 33 തവണ എന്ന് പറയുകയുണ്ടായി. ഇതാണ് സംഭവം. എന്നിട്ട് പറയുകയാണ്, ഖാല അബൂ സാലിഹ് ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ സാലിഹ് പറയുകയാണ്, അത് അബൂ ഹുറൈറയിൽ നിന്ന് കേട്ട വ്യക്തിയാണ്, താബിഇയാണ്. അദ്ദേഹം പറയുകയാണ്, ഫറജഅ ഫുഖറാഉൽ മുഹാജിരീന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധുക്കളായ ഈ ആളുകൾ അവർ ഇതും കേട്ട് പോയതാണ്, പിന്നീട് അവർ മടങ്ങി വരികയുണ്ടായി. ഇതും കേട്ട് പോയി, ഈ ദിക്റുകൾ അവർ ചൊല്ലാൻ തുടങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മടങ്ങി വന്ന് പറഞ്ഞു, സമിഅ ഇഖ്വാനുന അഹ്ലുൽ അംവാലി ബിമാ ഫഅൽനാ ഫഫഅലു മിസ്ല. നമ്മളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ധനികരായ ആളുകൾ അവർ അറിഞ്ഞു. നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ദിക്റൊക്കെ ചൊല്ലിയാൽ വലിയ ശ്രേഷ്ഠതകൾ കിട്ടുമെന്ന കാര്യം അവരറിഞ്ഞു. ഫഫഅലു മിസ്ലഹു, അവർ ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെയും ഇതൊക്കെ അവർ ചെയ്യുന്ന അതിന്റെ പേര് ദിക്റും തുടങ്ങി എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹ് യുതീഹി മൻ യശാ. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കും എന്ന് പറയുകയുണ്ടായി. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സുമൈ അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് എന്റെ കുടുംബിനിയോട് ഞാൻ പറഞ്ഞു. ഫഖാല വഹിംത, നിനക്കെന്തോ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഇന്നമാ ഖാല ലക തുസബ്ബിഹുല്ലാഹ 33 വതഹ്മദുല്ലാഹ 33 വതുകബ്ബിറുല്ലാഹ 33. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ഹദീസിൽ വന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ, നിസ്കാരശേഷം ചൊല്ലേണ്ടതായ ദിക്റുകളെ കുറിച്ചിട്ടാണ്. വലിയ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന കാര്യമാണിത്. നമ്മൾ അശ്രദ്ധരായി പോകാൻ പാടില്ല. ഇവിടെ സാധുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതക്ക കൊടുക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് അടിമകളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോടൊപ്പം എത്താൻ പറഞ്ഞു കൊടുത്ത ദിക്റുകളാണിത്. ചില്ലറ കാര്യമല്ല. അത്രയും സദക്കകൾ കൊടുക്കുന്ന വലിയ പ്രതിഫലത്തിലേക്ക് എത്തും. നിസ്കാരശേഷം ഒരാൾ ഇത് ഇഖ്ലാസോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ ദിക്റുകൾ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്നുള്ള കാര്യം. എന്നാൽ ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. അത് വേറെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇതിന് കൊടുത്ത ഈ ഹദീസിനെ വിശദീകരിച്ച ഓരോ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യമായി പറഞ്ഞത് ഫുഖറാഉൽ മുഹാജിരീൻ എന്ന് പറഞ്ഞു. മുഹാജിറുകളെ ഫുഖറാക്കൾ എന്ന് പറയുന്നു. ആരാണ് ഫുഖറാക്കൾ? ഫുഖറാക്കൾ എന്ന് പറഞ്ഞാൽ ദരിദ്രരായ ആളുകളാണ്. അവന്റെ ചെലവിന് വേണ്ട ഒരു പകുതി പോലും അവന്റെ അടുത്ത് ഉണ്ടാവുകയില്ല. മാസം ഒരു 20,000 ഉറുപ്പ്യ ചെലവാണെങ്കിൽ അതിന്റെ ഒരു 10,000 പോലും ഇല്ലാത്തവനാണ് ഫുഖറാക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദരിദ്രർ, ഒന്നുമില്ല, കയ്യിൽ ഒന്നുമില്ലാത്ത ആളുകളാണ് ഫുഖറാക്കൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫഖർ എന്ന് പറയുന്നത് 2 രൂപത്തിലുള്ള ഫഖർ ഉണ്ട്. ഒന്ന് ഫഖറു ഖൽബ് ഉണ്ട്, 2 ഫഖറു യദ്. ഫഖറു ഖൽബ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് ഹൃദയത്തിന് ബാധിക്കുന്ന ഫഖറാണ്. ചിലപ്പോൾ കയ്യിൽ നല്ലോണം സമ്പത്ത് ഉണ്ടാവും, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കയ്യിൽ ഉണ്ടായാലും ചില ആളുകളുടെ ഹൃദയത്തിന്റെ ദാരിദ്ര്യം മാറുകയില്ല. അവന് പിന്നെയും അതിനേക്കാളും എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. അത് കിട്ടിയത് കൊണ്ട് യാതൊന്നും അവർക്ക് അവരുടെ ദാരിദ്ര്യം മാറുന്നില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, ഹതഭാഗ്യവാന്മാരായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബ്. തീർച്ചയായും ഐശ്വര്യം, സമ്പന്നത എന്നൊക്കെ പറയുന്നത് അത് ഹൃദയത്തിന്റെ സമ്പന്നതയാണ്, അതല്ലാതെ കയ്യിൽ കിട്ടുന്ന ധാരാളിത്തമല്ല. അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫഖ്റുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ്. അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം.
ഒരാളുടെ കയ്യിൽ ദാരിദ്ര്യമുണ്ടായി അയാൾക്ക് മനസ്സിൽ നല്ല തൃപ്തിയാണ്, അള്ളാഹു നൽകിയതിൽ തൃപ്തിയാണെങ്കിൽ അയാൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കയ്യിലുണ്ട്, ബാങ്ക് അക്കൗണ്ടിലുണ്ട്, വലിയ വലിയ വീടുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഹൃദയത്തിന് ദാരിദ്ര്യം ബാധിച്ചാൽ അതൊന്നും അവർക്ക് മതിയാവുകയില്ല. അത്തരക്കാരെയാണ് ഫഖ്റുൽ ഖൽബ് എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ സഹാബത്ത് അതല്ല, ഫഖ്റു യദാൻ. അവരുടെ കയ്യിലാണ് ഒന്നും ഇല്ലാത്തത്, അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവർക്ക് ആവശ്യത്തിനുള്ള വകകൾ ഒന്നും തന്നെ അവർക്കില്ല എന്ന കാര്യമാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കാണിച്ച പല മര്യാദകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായ പാഠങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നുണ്ട്. ഒന്ന്, അവിടുന്ന് ഈ കാര്യങ്ങൾ കേട്ട ഉടനെ, സഹാബത്ത് ഇത് പറഞ്ഞത് ഉടനെ ഫമാദാക്, എന്താണ് അത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? സമ്പന്നരായ ആളുകൾ എല്ലാം കൊണ്ടുപോയി എന്നാണ് സഹാബത്ത് വന്ന് പറഞ്ഞത്. ഫുഖറാക്കളായ ആളുകൾ വന്ന് പറഞ്ഞത് അതാണ്, സമ്പന്നരായ ആളുകൾ എല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. ഖദ് ദഹബ അഹ്ലുദ് ദുസൂർ ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖാ, സമ്പന്നരായ ആളുകൾ വലിയ വലിയ സ്ഥാനങ്ങളും സ്വർഗവും അതൊക്കെ അവർക്ക് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത് വമാദാക്, എന്താണ് നിങ്ങളത് പറയുന്നത്? അപ്പോഴാണ് സഹാബികൾ ഈ ഫുഖറാക്കളായ മുഹാജിറുകൾ എന്തു പറഞ്ഞു കൊടുക്കുന്നത്? അവർ നിസ്കരിക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, പക്ഷേ അവർ സ്വതക്ക കൊടുക്കും, നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, അഖീദപരമായ വിശ്വാസപരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഗൈബ് അവർക്ക് അറിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്. മലായിക്കത്തുകൾ വന്ന് അള്ളാഹുവിന്റെ സംസാരം നേർക്കുനേരെ പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിന്റെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടുന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആ വഹീനപ്പുറത്തേക്ക് ഒരു കാര്യവും സ്വന്തമായി മനസ്സിലാക്കാൻ, ഒരു ഗൈബും ഇവന്റെ മനസ്സിൽ എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അത് അല്ലാഹു തആല നബിയോട് തന്നെ കൽപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക് ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. നബിയെ താങ്കൾ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജാനകൾ, അവന്റെ ഖജനാവ്, ഇതൊന്നും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങൾ ചോദിക്കുന്നതൊന്നും എടുത്തു തരാനുള്ള ഖജനാവ് എന്റെ കയ്യിലില്ല, അല്ലാഹുവിന്റെ കയ്യിലാണ്. വലാ അഅലമുൽ ഗൈബ്, എനിക്ക് ഗൈബ് അറിയില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്, ഞാനൊരു രാജാവാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, എനിക്ക് എന്താണോ വഹിയായി ഇറങ്ങിയിട്ടുള്ളത് അത് ഞാൻ പിൻപറ്റുന്നു. ഇത് പറയുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് മനസ്സിലാക്കാത്ത എത്ര സാധുക്കളായ ആളുകൾ നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയുള്ള തങ്ങന്മാരുടെയും ഉമ്മമാരുടെയും ജിന്നുമ്മമാരുടെയും അടുക്കലേക്ക് പോയി അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈശാചിക പ്രേരണകളിൽ അതിനോടൊപ്പം 100 കളവുകൾ ചേർത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവർക്ക് എന്റെ മനസ്സിലാക്കാൻ സാധിക്കും, ഗൈബ് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ഇവിടെ സഹാബത്ത് വന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവിടെ സാധിക്കുന്നില്ല. എന്താണെന്ന് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ്? എത്ര സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. എന്നാൽ ഇവർ ഇവിടെ ബൂസീരി, അയാളുടെ ഖസീദത്തുൽ ബൂസീരി എന്ന് പറയുന്ന ശിർക്കിന്റെ, കുഫറിന്റെ ആ വരികളിൽ അവർ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഔദാര്യത്തിലാണ് ഈ ദുനിയാവൊക്കെ നിലകൊണ്ടു പോകുന്നത്. താങ്കളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹിലെയും ഖലമിന്റെയും അറിവ് എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. താങ്കളുടെ ഔദാര്യത്തിലാണ് ദുനിയാവ് എന്നാണ് പറയുന്നത്. താങ്കളുടെ അറിവ് എല്ലാത്തിനെയും ചുരുങ്ങിയിരിക്കുന്നു, അഥവാ ഗൈബ് ഉൾക്കൊണ്ടു. ലൗഹിൽ മഹ്ഫൂദിലെ കാര്യം ഒരാൾക്ക് അറിയാന്ന് പറഞ്ഞാൽ എല്ലാ ഗൈബും ഉൾക്കൊള്ളുകയാണ്, എല്ലാ ഗൈബും മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതാണ് ആളുകൾ ഈണത്തിലും ഈരടിയായും പാരടിയായും ഒക്കെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഗൈബ് അറിയുന്നില്ല എന്ന കാര്യം ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിലൂടെ കാണിച്ച, നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു മര്യാദ, അവിടുന്ന് വമാസാക്, എന്താണെന്ന് ചോദിച്ചിട്ടാണ് പ്രതികരിക്കുന്നത്. പറഞ്ഞ ഉടനെ തന്നെ അതിനൊരു പ്രതികരണം പറയുന്നില്ല. അപ്പൊ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കേട്ട ഉടനെ നീ എന്താണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന കാര്യം നമ്മൾ ചോദിക്കുക, ചോദിച്ച് വ്യക്തമാക്കിയതിനു ശേഷം അങ്ങനെയാണ് പറയേണ്ടത് എന്ന ഫായിദ കൂടി അതിലുണ്ട്. അതുപോലെ മറ്റൊരു ഫായിദയാണ് അത്തശ്വീഖു ലിശ്ശൈഇ ഖബ്ല അൽ ഹദീസ് അൻഹു. ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിനൊരു പ്രേരണ ഉണ്ടാക്കിക്കൊണ്ട് പറയുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ആളുകൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കുന്ന, നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് ആദ്യം ചോദിക്കുകയാണ്.
എന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. നീ ഇങ്ങനെ ചെയ്താൽ അത് നിനക്ക് അവരെ മുൻകടക്കാൻ സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനൊരു ആമുഖം പറഞ്ഞ് അവിടെ ഒരു പ്രേരണ ഉണ്ടാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നത്. അല്ല, അല്ലാഹു തആല ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അസാബിൻ അലീം. മുഅ്മിനുകളെ, നിങ്ങൾക്ക് ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതായ ഒരു കച്ചവടം, അതിനെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ടാണ് തൊട്ടായത്തിൽ തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുക, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക പോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദയാണ് ഇസ്ബാതു തഫാദുലിൻ നാസി ഫീമാ ബൈനഹും. ജനങ്ങൾ പരസ്പരം ശ്രേഷ്ഠതയിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരേ ശ്രേഷ്ഠതയിലല്ല ഉണ്ടാകുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും. നിങ്ങൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ അതുപോലെ ഒരാൾ ദിക്ർ ചൊല്ലിയാലല്ലാതെ നിങ്ങളെക്കാളും അഫ്ളലായി ശ്രേഷ്ഠരായി ആരും ഉണ്ടാവുകയില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രേഷ്ഠത ഉണ്ടാകും. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേ ശ്രേഷ്ഠതയല്ല, കൂടുതൽ ശ്രേഷ്ഠത, കൂടുതൽ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാകുമെന്ന കാര്യം അത് അറിയപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് അറിയപ്പെട്ട കാര്യമാണ്. പിന്നെ ജബരിയാക്കളായ ആളുകൾ അമലുകളെല്ലാം തന്നെ അടിമകളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അമലുകൾ അവർക്കൊന്നുമില്ല. അമലുകൾ മനുഷ്യൻ ചെയ്തു എന്ന് പറയാൻ പാടില്ല. മനുഷ്യന് ഉദ്ദേശമില്ല, മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അവനൊരു കാറ്റാടിയെ പോലെ അങ്ങനെ നടന്നു പോവുകയാണ് എന്ന് പറയുന്ന ജബരിയാക്കളായ ആളുകൾക്കുള്ള മറുപടി ഇതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും. നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച ആളുകൾക്കാണ് ഇതേപോലെ ശ്രേഷ്ഠത കിട്ടുക എന്ന് പറഞ്ഞു. പ്രവർത്തനം അടിമകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുക. എന്നാൽ ജബരിയാക്കൾ അങ്ങനെ പറയുകയില്ല. അവരുടെ വിശ്വാസപ്രകാരം എല്ലാ അമലും അത് അള്ളാഹുലേക്കേ ചേർത്തി പറയാൻ പാടുള്ളൂ. അടിമകൾ ഇന്നത് ചെയ്തു, നമുക്കൊന്നും ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വലിയ തെമ്മാടികളായി തീരും. അവർ ഹറാമുകൾ ചെയ്താൽ പറയും അത് നമ്മളേതല്ല, അള്ളാഹു എല്ലാം തീരുമാനിച്ചു ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, അടിമകൾക്ക് അള്ളാഹു തആല ഉദ്ദേശം നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളെ വേർതിരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഉദ്ദേശശക്തി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു നേരത്തെ ഉദ്ദേശിച്ചതുമായിരിക്കും. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിച്ച കാര്യമല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. അത് ഖദറുമായി ബന്ധപ്പെട്ട് വിശദമായി പിന്നീട് മനസ്സിലാക്കാം. നിങ്ങൾ പലപ്പോഴും തവണ അവിടുന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ്. എന്നാൽ ജബരിയാക്കൾക്കുള്ള മറുപടി ഇതിലുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഈ ഹദീസ് ഈ ദിക്റിന്റെ ശ്രേഷ്ഠതയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠത ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില റിവായത്തിൽ ഇതിന്റെ കൂടുതൽ ശ്രേഷ്ഠത വന്നത് കാണാം. അത് ഇപ്രകാരമാണ്: മൻ സബ്ബഹ ലില്ലാഹി ഫീ ദുബുരി കുല്ലി സലാത്തിൻ സലാസൻ വസലാസിൻ. ആരെങ്കിലും ഓരോ നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം അവൻ സബ്ബഹ സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയാണ്. അതുപോലെ വഹമിദല്ലാഹ് സലാസൻ വസലാസിൻ, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം പറയുന്നു. വകബ്ബറല്ലാഹ് സലാസൻ വസലാസീൻ ഫതിൽക തിസ്അത്തും വതിസ്ഊൻ, പിന്നീട് 33 അല്ലാഹു അക്ബറും പറഞ്ഞ് അങ്ങനെ 99 ആക്കി. വഖാല തമാമൽ മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റും കൂടി പറഞ്ഞാൽ ഗുഫിറത് ഖതായാഹ്, അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് സമുദ്രത്തിൽ നിങ്ങൾ കാണുന്ന നുരയോളം ഉണ്ടെങ്കിൽ, എത്ര നുരകളാണ് സമുദ്രത്തിലുള്ളത്, അത്ര നുരകളോളം നിങ്ങളുടെ പാപങ്ങൾ ഉണ്ട് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നു, ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് ആ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, ചെറുതിലെ ശീലിച്ചു വരേണ്ട കാര്യമാണ്. നിസ്കാരം കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് ഓടി പോകുന്ന ശീലം നമുക്ക് പാടില്ല. മറിച്ച് ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ സഹോദരങ്ങളെ, ഈ ദിക്റുകൾ അത് അധികമായി ഒരു ഫായിദയായി അദ്ദേഹം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് കൊടുത്തതാണ്. ദിക്റുകൾ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ ഈ പറഞ്ഞതുപോലെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, 100 തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ അടങ്ങുന്ന ഒരു രീതി വന്നിട്ടുണ്ട്, നമ്മൾ ഈ ദിക്റിൽ കണ്ടതുപോലെ. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അതിൽ ഇപ്രകാരമാണ്: സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് എന്നുള്ളത് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ എന്നുള്ളത് 34 പ്രാവശ്യം. അങ്ങനെയും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വഹ്ദഹു ലാ ശരീക ലഹു എന്നില്ലാതെ അല്ലാഹു അക്ബർ 34 ആക്കിയിട്ട് പറയാം.
അതുപോലെ വേറെ ചില റിവായത്തിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 10 പ്രാവശ്യം പറയാം, അൽഹംദുലില്ലാഹ് എന്നുള്ളത് 10 പ്രാവശ്യം പറയാം, അല്ലാഹു അക്ബർ എന്നുള്ളത് 10 പ്രാവശ്യം പറയാം, അങ്ങനെ 30 ആകും. ഇങ്ങനെയും റിവായത്തുകൾ വന്നിട്ടുണ്ട്. നാലാമതായി ഒരു രൂപം വന്നിട്ടുണ്ട്. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 കാര്യങ്ങളുണ്ട്. ഓരോന്നും 25 പ്രാവശ്യം പറയുക എന്നുള്ളതാണ്. ഇമാം അഹ്മദുൻ നസായിയൊക്കെ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ദിക്റുകളുണ്ട്. ഈ വ്യത്യസ്ത രൂപങ്ങളിലെ ദിക്റുകൾ സാധിക്കുമെങ്കിൽ ഓരോ സമയത്തും ഓരോന്നു പോലെ ദിക്ർ ചൊല്ലുക എന്നുള്ളതിൽ ധാരാളം ഫായിദകളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും നിനക്ക് പിൻപറ്റാൻ സാധിക്കും. കാരണം ഇത് 4ഉം അവിടുന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ എല്ലാ രീതിയും നിനക്ക് പിൻപറ്റാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിഫ്ളു സുന്നയാണ്, സുന്നത്തിനെ നീ സംരക്ഷിക്കലാണ്. അല്ലെ, ആളുകൾ മറന്നു, ഇതന്നെ നമുക്ക് അറിയുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും, ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ച് മുന്നുള്ള ഒരു ക്ലാസ്സിലായിരിക്കും ആദ്യമായി കേട്ടത്. നമുക്ക് ആകെ അറിയുന്നത് സുബ്ഹാനല്ലാഹ് 33 മാത്രമായിരിക്കും. അല്ലെ, വേറെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ സുന്നത്തിനെ സംരക്ഷിക്കലാണ്. അത് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങൾ ചൊല്ലിയാൽ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഹ്ലാറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്നത് ഒരു യാന്ത്രികമായിട്ട് ചൊല്ലിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ അതിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ ചൊല്ലിത്തീരും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ ഒരു ളുഹറിനെ നമ്മൾ ഈ പറയുന്ന 33 1 അങ്ങനെ ചൊല്ലി, അസറിനെ നമ്മൾ അല്ലാഹു അക്ബർ 34 ആക്കി, മഗ്രിബിന് നമ്മൾ എല്ലാം 10 വെച്ച് ചൊല്ലി, ഇശാഇനല്ലേ 25 വെച്ച് ചൊല്ലി, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ നമ്മൾ ചിന്തിക്കും. അല്ലെ, നമ്മളെ ചിന്തിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇഹ്ലാറുൽ ഖൽബിന് വളരെയധികം സഹായകമാകുന്ന കാര്യമാണ് വ്യത്യസ്ത രൂപങ്ങളിൽ വന്ന സുന്നത്ത്. അത് വ്യത്യസ്ത രൂപങ്ങളിൽ പലപ്പോഴുമായി ചൊല്ലുക എന്നുള്ളത്. അതേപോലെയാണ് പ്രാരംഭ പ്രാർത്ഥന വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് വജ്ജഹ്തു വജ്ഹി അത് മാത്രമേ അറിയുള്ളൂ. ചില ആളുകൾക്ക് അല്ലാഹുമ്മ ബാഇദ് ബൈനി അത് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അതല്ലാത്തതുമുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറു. രാത്രി നിസ്കാരത്തിലാണെങ്കിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രായിൽ മീകായിൽ, അല്ലാഹുമ്മ റബ്ബ ജിബ്രായിൽ വമീകായിൽ വഇസ്രായിൽ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്നതുണ്ട്. അപ്പോൾ ഇത് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ദിക്റുകൾ, ദുആകൾ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, വ്യത്യസ്ത രൂപങ്ങളിൽ വന്നാൽ സാധ്യമാകുന്നത് പോലെ വ്യത്യസ്ത കാര്യങ്ങൾ ഉപയോഗിക്കുക. അതിന് ഈ പറഞ്ഞ ഫായിദകൾ ഉണ്ടാകുന്നതായിരിക്കും എന്നാണ്. അതേപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന മറ്റൊരു ഫായിദയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത്. നിസ്കാരശേഷമുള്ള ദിക്റാണ് പറയുന്നത്. അത് ഏറ്റവും നല്ലത് എന്താണ്? അത് കൈകൊണ്ടാണോ ചൊല്ലേണ്ടത്, അതല്ല കല്ലുകൾ ഉപയോഗിച്ചാണോ ചൊല്ലേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നു. ചൊല്ലുന്ന വിഷയത്തിൽ ഒരാൾക്ക് ഒന്നും ഉപയോഗിക്കാതെ ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ അങ്ങനെ ചൊല്ലിയാൽ അത് തെറ്റില്ല, ചൊല്ലാൻ സാധിക്കും. പക്ഷെ ഒരാൾക്ക് അത് അനുവദനീയമാണ്. ഒരാൾ ഒന്നുമില്ല, കൈയൊന്നും ഉപയോഗിക്കുന്നില്ല, കറക്റ്റ് എണ്ണാൻ പറ്റുന്നെങ്കിൽ എണ്ണിയാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരാൾ കൈ കൊണ്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് വളരെയധികം സുന്നത്തായ കാര്യമാണ്. നാളെ ഖിയാമത്ത് നാളിൽ അത് നമുക്ക് സാക്ഷിയായി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. യഖിദ്ന ബിൽ അനാമിൽ, നിങ്ങൾ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിരലുകൾ കൊണ്ട് നമ്മൾ എണ്ണം പിടിക്കുക, അതാണ് സുന്നത്തായിട്ടുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഫായിദയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തടയാനുമുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള അവകാശം അല്ലാഹു തആലക്കുണ്ട്. എവിടുന്നാണ് ഈ ഫായിദ കിട്ടിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ആ ഫുഖറാക്കളോട് പറഞ്ഞ വാക്കാണ്, ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ എന്താണ് അവർക്ക് ഇത്ര കൊടുത്തത്, അവർക്ക് ഒരുപാടുണ്ടല്ലോ എന്ന ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാതെ ഒരു മനുഷ്യനും അവന്റെ ബുദ്ധി മികവ് കൊണ്ട് അവനൊന്നും തന്നെ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു കൊടുത്തെങ്കിൽ മാത്രം ഒരാൾക്ക് കിട്ടുകയുള്ളൂ, അല്ലാഹു തടഞ്ഞെങ്കിൽ മാത്രം ഒരാൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ സന്താനമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ സമ്പത്തുണ്ട്, ഇതൊന്നും ഒരിക്കലും തന്നെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. നോക്കൊരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇന്ന മിൻ ഇബാദിൽ മുഅ്മിനീൻ, എന്റെ അടിമകളിൽ, മുഅ്മിനീങ്ങളായ അടിമകളിൽ ചിലരുണ്ട്, ലമൻ ലാ യസ്ലിഹു ഈമാനഹു ഇല്ലൽ ഗിന, സമ്പത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ അവന്റെ ഈമാൻ ശരിയാവുകയില്ല.
അവന്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിലേ അവന്റെ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ ചില എന്റെ മുഅ്മിനീങ്ങളുണ്ട്. വലൗ അഫ്ഖർതുഹു ലഅഫ്സദഹു ദാലിക്, അവനെ എങ്ങാനും ഞാൻ ദാരിദ്ര്യം ബാധിച്ചാൽ അവനെ ഫസാദാക്കി കളയും, അവന് പിന്നെ ഈമാനൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവന്റെ മസ്ലഹത്തിന് അവന് കുറച്ച് സമ്പത്ത് കൊടുക്കും. അങ്ങനെ ചിലരുണ്ട്. അതുപോലെ വഇന്ന മിൻ ഇബാദിൽ മുഅ്മിനീൻ ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖർ, എന്റെ ചില അടിമകളുണ്ട് അവർക്ക് ഫഖർ കൊണ്ടല്ലാതെ അവരുടെ ഈമാൻ ശരിയാവുകയില്ല. വലൗ അഗ്നൈതുഹു ലഅഫ്സദഹു ദാലിക്, അവൻ സമ്പത്ത് കൊടുത്താൽ അതുകൊണ്ട് അവൻ തൊലഞ്ഞു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെടണം. ചിലപ്പോൾ നമ്മുടെ സമ്പത്തില്ല എങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. നമ്മളെ പോലെയുള്ള ഒരു കൽബുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ സമ്പത്ത് കിട്ടിയാൽ മറ്റേ സമ്പത്തുള്ള നല്ലൊരു അള്ളാഹുവിന്റെ അടിമയെ പോലെ നമുക്ക് ആയിക്കൊള്ളാൻ സാധിക്കണം എന്നില്ല. കാരണം അള്ളാഹുവിനാണ് അറിയുക നിനക്ക് എന്ത് വേണം, നിനക്ക് ഇത്ര സമ്പത്ത് മതി, നിനക്ക് ഇത്ര സമ്പത്ത് വേണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ച് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത് അതിൽ തൃപ്തനാകുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തടയുകയും ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കുക. അള്ളാഹു ധാരാളം ഹദീസുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയും ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് തടയുകയും ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി പൊതുവായി ഇതിന് ധാരാളം ഹിക്മത്തുകളുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ഒരാൾ ചോദിച്ചാൽ പൊതുവായ ധാരാളം ഹിക്മത്തുണ്ട്. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹിക്മത്തുണ്ട്. ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ഒരുപോലെ സമ്പത്ത് കൊടുത്തു എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കൂ. എല്ലാ ആളുകളുടെ കയ്യിൽ മില്യൺ കണക്കിന് പൈസ, എന്തും ചെയ്യാനുള്ള പണം എല്ലാവരുടെ കയ്യിലുണ്ട്. ഈ ദുനിയാവ് എന്തെങ്കിലും രൂപത്തിൽ മുന്നോട്ട് പോകും. ഒരാളുടെ വീട് അതൊരു പണിയെടുക്കണമെങ്കിൽ ആരെങ്കിലും വന്ന് വീട് പണിയെടുക്കുമോ? ഞാനിത് നിന്റെ വീട് പണിയെടുക്കണം, എന്റെ അടുത്ത് മില്യൺ ഉണ്ടെന്നാണ് എല്ലാവരും പറയുക. ആരും ഉണ്ടാവില്ല. നിനക്ക് ചെറിയൊരു നിന്റെ ഒരു കാറ് നന്നാക്കാൻ ഒരാളെ വിളിച്ചു, സൈക്കിളിന് കാറ്റടിച്ചു തരാൻ അല്ലെങ്കിൽ ഒരു പഞ്ചർ ഒട്ടിക്കാൻ ഒരാളെ വിളിച്ച് ആരെങ്കിലും വരുമോ? ആരും വരില്ല. അപ്പൊ അല്ലാഹു തആല ചിലർക്ക് കൊടുക്കാതിരിക്കുന്നതും ചിലർക്ക് കൊടുക്കുന്നതിൽ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയാൽ അത് മതിയായതാണ്. പക്ഷെ യുക്തിവാദികളായ ആൾക്ക്, തീരെ ബുദ്ധിയില്ലാത്ത ആളുകൾ അത് മനസ്സിലാവുകയില്ല. ചിലപ്പോൾ പരിഹസിക്കും. ദരിദ്രന്മാർക്ക് സ്വതക്ക കൊടുക്കണം, സാധുക്കൾക്ക് സക്കാത്ത് കൊടുക്കണം, അവർക്ക് സമ്പത്തിൽ നിന്ന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ്ക്ക് നേരിട്ട് കൊടുത്താൽ പോരെ? നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങളെ കൊണ്ട് എന്തിനാണ് കൊടുക്കുന്നത്? വിവരമില്ലാത്ത ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു നമുക്ക് ഇതിനുള്ള അവസരമൊന്നും തന്നിട്ടില്ല എങ്കിൽ ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കും? ഒരു കാര്യം നടക്കുകയില്ല സഹോദരങ്ങളെ. അള്ളാഹു ആണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് നമുക്ക് കാണാം. മക്ക മുശ്രിക്കുകളായ ആളുകൾ അവർ പരിഹസിച്ചുകൊണ്ട് അവർ പറയുകയുണ്ടായി, വഖാലു ലൗലാ നുസില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. ഈ രണ്ട് ഖറിയത്തിൽപ്പെട്ട, അവർ ഉദ്ദേശിച്ചത് തായിഫിലും മക്കത്തും ധാരാളം കവികളും വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ധാരാളം കവികളും അങ്ങനെയുള്ള പാണ്ഡിത്യമൊക്കെ ഉള്ള ധാരാളം ആളുകളുണ്ട്, സാഹിത്യമായി കഴിവുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ചിടത്തോളം അവിടെ എഴുത്തും വായനയൊന്നും അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയതിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവർ പറയുകയാണ്, ഈ ഖുർആൻ എങ്ങാനും ഇങ്ങനെയുള്ള ഈ വലിയ ഈ രണ്ട് പട്ടണത്തിലുള്ള തായിഫിലും മക്കയിലൊക്കെ പെട്ട ധാരാളം ആളുകളുണ്ടല്ലോ, അവർക്കെങ്ങാനും ഇറക്കിയിരുന്നെങ്കിൽ എന്ന് അവർ ചോദിച്ചു. അല്ലാഹു തആല തിരിച്ചു പറഞ്ഞു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ കാര്യം നിങ്ങളാണോ അത് വീതം വെക്കുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, നാമാണ് ദുനിയാവിൽ ഓരോ ആളുകളുടെയും മഈശത്ത്, അവരുടെ ഉപജീവനം അത് വേർതിരിക്കുന്നത്, വീതം വെക്കുന്നത് ഞാനാണ്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ, നാം ചില ആളുകളെ ഉയർത്തുകയും ചില ആളുകളെ താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് കീഴാളാകാൻ വേണ്ടിയിട്ടാണ്. വേറൊരാൾക്ക് അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൻ ധനികനാകാൻ പാടില്ല. അത് അല്ലാഹു തആലയുടെ നടപടിയാണ്. വറഹ്മത്തു റബ്ബിക ഖൈറു മിമ്മാ യജ്മഊൻ, അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യമായി നൽകുന്നതാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളും നന്മയുള്ളത്, ഖൈറുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദ, അവസാനത്തെ ഒരു ഫായിദ അദ്ദേഹം പറയുന്നത്, ഇതിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്ത സുമൈ അദ്ദേഹം പറയുന്നുണ്ട്, ഫഹദ്ദസ്തു ബഅദ അഹ്ലി ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഞാൻ ഇതേപോലെ എൻ്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബറ കുല്ലി സലാത്തിൻ സലാസൻ വസലാസീന മറ, ഇത് മൂന്നും കൂടി കൂടിയിട്ട് 31 എന്നാണ്, അഥവാ ഓരോന്നും 11 എന്നുള്ള നിലക്ക്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരുത്തിയത്, അങ്ങനെയല്ല, തുസബ്ബിഹുല്ലാഹ സലാസൻ വസലാസീൻ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അങ്ങനെയാണ് ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തു. അപ്പൊ അതിൽ പ്രയോഗിച്ച ചെറിയൊരു വാക്കാണ് വഹിംത, നിനക്ക് തെറ്റി എന്ന് പറഞ്ഞു എന്ന വാക്കാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഒരാൾക്കൊരു കാര്യം തെറ്റി എന്ന് കണ്ടാൽ അയാളോട് തെറ്റി എന്ന് നേർക്ക് നേരെ പറയുന്നതിൽ തെറ്റായിട്ടൊന്നുമില്ല. നിനക്ക് തെറ്റിയിട്ടുണ്ട്, ആ കാര്യം അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മര്യാദ കൂടി അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഒരാളോട് അങ്ങനെ നേർക്ക് നേരെ പറയുന്ന സമയത്ത് അവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു
അവസ്ഥ ഉണ്ട്. ചില ആളുകൾക്ക് തെറ്റിയത് പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകും. ഒരു അനാവശ്യമായ ഒരു ആത്മരോഷം വെച്ച് പുലർത്തുന്ന ആളുകൾ, സത്യം അങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, അത്തരം സന്ദർഭങ്ങളിൽ അവരോട് തെറ്റിയ കാര്യം പറയുമ്പോൾ വളരെ മര്യാദയോട് കൂടി പറയണം. തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ മര്യാദയോട് കൂടി പറയണം. അതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തന്റെ ഉപ്പയോട് സംസാരിച്ച സംസാരം, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതീക ഫത്തബിഅനി. എന്റെ ഉപ്പ, എനിക്ക് താങ്കൾക്ക് അറിവില്ലാത്തതായ ചില കാര്യം എന്റെ അടുക്കൽ വന്നെത്തിയിട്ടുണ്ട്, ഫത്തബിഅനി, അതുകൊണ്ട് താങ്കൾ ആ വിഷയത്തിൽ എന്നെ പിൻപറ്റുക. ആരാണോട് പറയുന്നത്? ഉപ്പയോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക, താങ്കൾക്ക് എത്തിയിട്ടില്ലാത്ത ഒരു അറിവ് എന്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ ഖുലാസ? അൻത ജാഹിൽ, നീ വിവരമില്ലാത്ത ആളാണെന്നാണ് ഖുലാസ. അൻത ജാഹിലൻ, നീ ഒരു വിവരമില്ലാത്ത ആളാണെന്ന് ഒരാളോട് നേരെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല, സ്വീകരിക്കണം എന്നില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, നിനക്ക് അറിയാത്തതായ ഒരു കാര്യം എനിക്ക് ഈ വിഷയത്തിൽ അറിയാം എന്ന് പറയുന്നതും, നീ ഒരു വിവരദോഷിയാണ്, വിവരം കെട്ടവനാണ്, ജാഹിലാണ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അത് എവിടെ പറയണം എന്നുള്ള, എങ്ങനെ പറയണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ ഒരു കഥ, ഒരു മുൻഗാമികളിൽപ്പെട്ട ഒരു ഭരണാധികാരിയുടെ അടുക്കൽ സംഭവിച്ച ഒരു കഥ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുകയാണ്. ആ ഭരണാധികാരി സ്വപ്നത്തിൽ കാണുകയാണ്, അയാളുടെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ്. പല്ലിങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇദ്ദേഹം സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ ഇങ്ങനെ സ്വപ്നത്തിൽ പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. ഈ വ്യക്തി കാര്യം മനസ്സിലായി. ഇയാൾ നേരെ കാര്യം പറഞ്ഞു കൊടുത്തു. തമൂതു ഹാഷിയത്തു, നിന്റെ കൂടെയുള്ള കുടുംബവും മക്കളും ഒക്കെ പെട്ടെന്ന് മരിക്കും, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഭരണാധികാരിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചാൽ അങ്ങനെയാണ്, അവർ ദേഷ്യം പിടിച്ചു പറഞ്ഞു, ഇയാള് തുറുങ്കിലടിച്ച് നല്ല അടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയച്ചു. ഇയാൾ സത്യം പറഞ്ഞതാണ്, പക്ഷെ പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു, വേറെ ആരാ ഉള്ളത് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന, ശരിക്കും വ്യാഖ്യാനം ഇയാൾക്ക് അറിയില്ല, കാരണം അവര് കുടുംബവും മക്കളൊക്കെ മരിക്കുന്നതാണ് കേട്ടത്. ദേഷ്യം പിടിച്ചു. വേറൊരാളെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇന്നൽ ഖലീഫത യകൂനു അത്വല അഹ്ലിഹി ഉംറ, നമ്മുടെ ഭരണാധികാരി തന്റെ കുടുംബത്തെക്കാളും ദീർഘകാലം ജീവിക്കുന്ന ആളായിരിക്കും എന്നാണ് അയാൾ പറഞ്ഞത്. സംഭവം രണ്ടും ഒന്നാണ്. അത് ബാക്കിയുള്ളവർ മരിക്കും, ഇയാൾ കുറച്ചുകൂടി ജീവിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇയാൾ പറഞ്ഞത് വേറൊരു രീതിയിലാണ്. നമ്മുടെ ഭരണാധികാരി അയാളുടെ കുടുംബത്തെക്കാളും മറ്റുമൊക്കെ ദീർഘകാലം ജീവിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞു. അയാൾക്ക് നല്ല സന്തോഷമായി, കാരണം ഞാൻ കുറെ കാലം ജീവിക്കുന്നതാണ് പറഞ്ഞത്, വേറെ ആരും മരിക്കുന്ന കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഇക്റാം ചെയ്യാൻ വേണ്ട പാരിതോഷികങ്ങളൊക്കെ നൽകാൻ ആജ്ഞാപിച്ചുകൊണ്ട് അവിടെ രംഗം സമാധാനമായി തീർന്നു. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ഉദാഹരണം ഇത് പറയാൻ കാരണം, ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ പറയേണ്ട സന്ദർഭം ഉണ്ടാവും. കാര്യം അവന്റെ അടുക്ക് എങ്ങനെയാണ് സംഭവിച്ചത്, സംഭവം തെറ്റാണ്, പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ്, എങ്കിലും അത് ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില രംഗങ്ങൾ വളരെയധികം വഷളാകും. പ്രത്യേകിച്ച് ആളും തരവും നോക്കി അയാളോട് ഇങ്ങനെ പറയലാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ തന്നെ പറയണം. കാരണം നമ്മുടെ അൽ ഖുലാസ, അവസാനത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ വ്യക്തിയുടെ തെറ്റ് തിരുത്തണം, ശരിയാകണം എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അയാളുടെ ഒരു ദേഷ്യമുള്ളത് പറഞ്ഞു തീർക്കണം, അയാൾ ഒരു തെറ്റുകാരനാണ് എന്ന് ആളുകൾ അറിയണം, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ എന്റെ ഒരു അരിശം തീർക്കണം, ഇതൊന്നും അല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്താണ്? അയാൾക്ക് ചെയ്ത ഒരു തെറ്റിലാണ് അയാളുള്ളത്, അയാൾ ആ തെറ്റ് തിരുത്തണം. അതുകൊണ്ട് ഏറ്റവും നല്ല വാക്യങ്ങൾ ഉപയോഗിക്കുക എന്ന കാര്യത്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ അഭിസംബോധന രീതിയും അതുപോലെ ഈ ഒരു കഥയും ഒക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തത് എന്ന് കാണാം. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ ഒരു ഹദീസാണ് ബാക്കിയുള്ളത്. നമുക്ക് അതിലും കുറച്ച് ഫായിദകളുണ്ട്, അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب